മുൻ അന്താരാഷ്ട്ര ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ പഴയ ശക്തി കേന്ദ്രമായ ജുലാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ജുലാനയിൽ മാത്രമല്ല, സമീപ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്ററുകളിലും വിനേഷ് ഫോഗട്ട് ഇടം പിടിച്ചിരിക്കുന്നത് അവരുടെ സ്വീകാര്യതയായാണ് വ്യക്തമാക്കുന്നത്. ജുലാനയിൽ ഇത്തവണ വിനേഷ് ഫോഗട്ട് 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനും കർഷകനുമായ വീരേന്ദർ സിംഗ് പറഞ്ഞത്. ജുലാന മണ്ഡലം എന്ന് പറയുന്നത് കർഷകർക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയാണ്. കർഷകരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ച നിലപാടുകൾ എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ വിനേഷ് ഫോഗട്ടിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാകുമ്പോൾ ഭൂരിപക്ഷം 50,000 കടക്കുമെന്നതിൽ സംശയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് ഒരു വികാരമായി മാറിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ആ വികാരം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. ജുലാനയിൽ വിനേഷ് ഫോഗട്ട് വിജയിക്കുമ്പോൾ ഹരിയാനയിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരാൻ പോകുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരമ്പരാഗതമായി കോൺഗ്രസിനും ജനതാ പാർട്ടികൾക്കും സ്വാധീനമുള്ള മണ്ഡലമാണ് ജുലാന. 2019-ലെ തിരഞ്ഞെടുപ്പിൽ JJPയുടെ അമർജിത് ദണ്ഡയാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ നിന്നും അവസാനമായി ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് 2005-ലാണ്. ഷേർസിംഗ് ആയിരുന്നു അന്നത്തെ വിജയ്. 20 വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ വിനേഷ് ഫോഗട്ടിലൂടെ മറ്റൊരു വിജയമാണ് കോൺഗ്രസ് സ്വപ്നം കാണുന്നത്. BJPക്ക് ഇതുവരെ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണ ആദ്യമായി രണ്ടാമതെത്താൻ സാധിച്ചിരുന്നു. 2019-ൽ JJPയുടെ അമർജിത് 61,942 വോട്ടുകൾ നേടിയപ്പോൾ BJPയുടെ പർമീന്ദർ സിംഗ് 37,749 വോട്ടുകളുമായി രണ്ടാമതെത്തി. മൂന്നാമതെത്തിയ കോൺഗ്രസിന്റെ ധർമ്മേന്ദ്ര സിംഗിന് 12,440 വോട്ടുകളായിരുന്നു നേടാൻ സാധിച്ചത്. ഇത്തവണ JJPക്ക് വേണ്ടി അമർജിത് വീണ്ടും ജനവിധി തേടുമ്പോൾ BJP വിജയം പ്രതീക്ഷിക്കുന്നത് ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയിലൂടെയാണ്. INLDക്ക് വേണ്ടി സുരേഷ് ലാത്തർ, AAPക്ക് വേണ്ടി കവിത ദലാലും ഇത്തവണ ജുലാനയിൽ മത്സര രംഗത്തുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം BJP നേതാവ് ബബിത ഫോഗട്ട് വിനേഷ് ഫോഗട്ടിനെതിരെ രംഗത്ത് വന്നത് ഏവരെയും ഞെട്ടിച്ചു. കോൺഗ്രസിന്റെ ചിഹ്നം ഇത്തവണ BJPക്ക് ലഭിക്കുന്ന അടിയായിരിക്കും. ഒക്ടോബർ 5-ന് ആ അടി ഡൽഹിയിൽ എത്തുമെന്നും വിനേഷ് ഫോഗട്ട് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇടുങ്ങിയ ചിന്താഗതിയോടെയുള്ളതാണ് വിനേഷിന്റെ ഈ പരാമർശങ്ങളെന്ന് ബബിത തുറന്നടിച്ചു. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് വിനേഷ് ചിന്തിക്കുന്നത് നല്ലതാണ്. പറയുന്ന വാക്കുകൾ നമ്മൾ ആരാണെന്ന് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കുമെന്ന് ബബിത വിനേഷിന് താക്കീതും നൽകി. വിനേഷ് ഫോഗട്ടിന്റെ പ്രചരണം BJPയെ കടുത്ത രീതിയിൽ തന്നെ വിമർശിച്ചിരുന്നു. വലിയ ജനപിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് ബബിത ഫോഗട്ടിന്റെ പാർട്ടി രംഗത്തിറക്കിയത്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പോലുള്ള വിഷയങ്ങളാണ് വിനേഷ് ഫോഗട്ട് ഉന്നയിക്കുന്നത്. തൊഴിലില്ലായ്മയ്ക്കും നിങ്ങൾ അപമാനിച്ചതിനുമെല്ലാം ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ ജുലാനയിൽ പ്രചരണത്തിൽ വിനേഷ് പറഞ്ഞിരുന്നു.